കേരളത്തിൽ കീം വഴി കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിലൂടെ നമുക്ക് കേരളത്തിൽ ഒരു MBBS കോഴ്സിനോ അല്ലെങ്കിൽ ഇതേപോലുള്ള കോഴ്സുകളിലേക്ക് ഒരു NRI സ്റ്റാറ്റസ് ഉള്ള സീറ്റിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഒരു കാൻഡിഡേറ്റിന്റെ സ്പോൺസർ ആകുന്ന ബ്ലഡ് റിലേഷനിലുള്ള വ്യക്തിക്ക് വേണ്ട 5 ഡോക്യുമെന്റ്സുകൾ. ഇപ്പം നമുക്കറിയാം, കീമിന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നു. ഈ 5 ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്താൽ മാത്രമേ ആ കാൻഡിഡേറ്റിന് NRI സീറ്റിലേക്ക് ഒരു സ്റ്റാറ്റസ് ലഭിക്കുകയുള്ളൂ. നമുക്ക് വേണ്ടി വരുന്ന 5 ഡോക്യുമെന്റ്സുകളിൽ ഒന്നാമത്തത് പാസ്പോർട്ട് ഉണ്ടാവണം. രണ്ടാമതായിട്ട് ഒരു കാൻഡിഡേറ്റിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ തീരുന്നത് ഏകദേശം 2026 ഒരു നവംബർ ഡിസംബറോടുകൂടി എത്തും. അതുവരെ വാലിഡിറ്റിയുള്ള വിസ ഉണ്ടാവണം. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് എംപ്ലോയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. നാലാമതായിട്ട് നമുക്ക് വേണ്ടത് ഈ കാൻഡിഡേറ്റും സ്പോൺസറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വേണം. അഞ്ചാമതായിട്ട് വേണ്ടത് ഒരു അഫിഡവിറ്റ് ആണ്. 200 റുപ്പീസിന്റെ രജിസ്ട്രേഷൻ പേപ്പറിൽ ഒരു നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഈ കാൻഡിഡേറ്റിന്റെ കോഴ്സ് തീരുന്നത് വരെയുള്ള ഫീസുകളും ഹോസ്റ്റൽ ഫീയും എക്സ്ട്രാ ഫീസുകളും ഈ സ്പോൺസർ കൃത്യമായി റെമിറ്റ് ചെയ്തുകൊള്ളാമെന്നുള്ള ഒരു അഫിഡവിറ്റും സബ്മിറ്റ് ചെയ്യണം. ഈ കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് ഈ സ്പോൺസർക്ക് സബ്മിറ്റ് ചെയ്യാൻ തയ്യാറായാൽ ആ കാൻഡിഡേറ്റിന് NRI സ്റ്റാറ്റസ് ലഭിക്കുകയും കേരളത്തിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ ജനറൽ മെറിറ്റ് ഉള്ള സീറ്റിൽ അഡ്മിഷൻ ലഭിച്ചില്ലെങ്കിൽ NRI സീറ്റിലേക്ക് ആ സ്റ്റാറ്റസ് ഉള്ള സീറ്റുകളിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനും അഡ്മിഷൻ നേടിയെടുക്കാനും സാധിക്കും. തീർച്ചയായും ഓർക്കുക, ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എൻട്രൻസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. പുതിയൊരു ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.